മിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു ഇലയട ഉണ്ടാക്കാം. അതിനാണ്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയും തേങ്ങ, ശർക്കര, രസകദളി പഴം ഇതൊക്കെയാണ് വേണ്ടത്. നമുക്കത് ഇല ഒന്ന് നല്ല ഒന്ന് വാട്ടിയെടുക്കണം ഫ്ലെയിമിൽ കാണിച്ചതിന് ശേഷം. ഇനി നമുക്ക് ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. നല്ല വറുത്ത അരിപ്പൊടിയാണ്. നമ്മളിത് ഉണ്ടാക്കുന്ന സമയം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുന്നത് നല്ലതായിരിക്കും. ഇടിയപ്പത്തിനൊക്കെ പൊടിക്കുന്നതാണ്. ഇനി 1/4 ടീസ്പൂൺ സോൾട്ടും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയുമാണ് ചേർക്കേണ്ടത്. അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളം അതിലോട്ട് ഒഴിക്കേണ്ടതാണ്. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആദ്യം ഒരിക്കലും ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. ഇത് നമ്മൾ മധുരമൊന്നും അധികം ചേർക്കാത്ത ഇലയുടെയാണ്. അത് നല്ല ഒന്ന് കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി അല്പം കൂടെ വെള്ളം ആവശ്യമായിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം, അങ്ങനെ വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ചെറിയൊരു ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് മാവ്. കുഴിച്ചെടുത്തതിന് ശേഷം ഉള്ളത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടി പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് രസകദളി പഴമാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുക. ഈ പഴം എടുത്തു കഴിഞ്ഞാൽ ഇനി അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾക്ക് മധുരം കൂടുതൽ ചേർക്കാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തു. ഇനി അത് ഇലയിൽ മാവ് വെച്ചിട്ടൊന്ന് നല്ല തിന്നായി പരത്തിയെടുക്കണം. കുറച്ച് അല്പം വെള്ളം ഒന്ന് കയ്യിലിങ്ങനെ തൂവിന് ശേഷം അപ്പോൾ നല്ല പരത്തിയെടുക്കാൻ എളുപ്പമാവും. വളരെ തിന്നായിട്ട് വേണം. ഇത് ഒരിക്കലും ഇത് കട്ടിയായിട്ട് പരത്തിയെടുക്കരുത്. ഇതൊരു വ്യത്യസ്തമായ ഇലയുടെയാണ്. കാര്യം നമ്മൾ നെയ്യ് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ ടോപ്പിങ്ങിന് ആവശ്യത്തിന് തേങ്ങ തിരുമ്മിയത് വയ്ക്കുക. അത് കഴിഞ്ഞ് ശർക്കര, ഇത് മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നല്ല ക്വാളിറ്റി ശർക്കര എടുക്കാൻ നോക്കണം. അതിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കുറച്ച് ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇനി അല്പം കൂടെ മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർക്കാവുന്നതാണ്. ഞാനിങ്ങനെ ചേർക്കാറുള്ളൂ. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അത് നല്ല ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് എല്ലാം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തു. ഇതേ അളവിൽ 5 ഇലയുടെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ ഇനി നമുക്കത് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 7-8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് അത് വയ്ക്കാം. ഇനി നമുക്കതൊന്ന് അടച്ച് വയ്ക്കണം. ഇത് നമ്മൾ ഒരു ഫ്രിഡ്ജിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. പിറ്റേ ദിവസം അത് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ അത് സ്റ്റീം ചെയ്തെടുത്തു. നല്ല ചൂടായിട്ടിരിക്കുന്നു. നമുക്ക് അത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാം. ഇലയിൽ നിന്ന് നല്ല ഇളകി നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഇലയുടെയാണ്. നമുക്കതൊന്ന് തിരിച്ച് ഇനി എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഇലയുടെയാണിത്. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുമാണ് ഈ ഇലയുടെ. പഴമൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.